വെൽക്കം ബാക്ക് ഷിവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ട്രിപ്പ് വ്ളോഗായിട്ടാണ് എത്തിയിട്ടുള്ളത്. കുറേ നാളുകൾക്ക് ശേഷം ഒരു ഫാമിലി ട്രിപ്പ് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വാഗമൺ വഴി മൂന്നാറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മുടെ വാഗമണ്ണാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വാഗമണ്ണിലെ വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അവിടെ കണ്ട കാഴ്ചകളും എക്സ്പീരിയൻസും എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് ആരെങ്കിലും കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ നിങ്ങളുടെ കമൻസുകളും ലൈക്കും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എപ്പോഴും നമുക്ക് യാത്രകളെന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റോടൊപ്പം തന്നെ ഒരു ഫാമിലി ട്രിപ്പ് കൂടെ ആകുമ്പോൾ തന്നെ ഭയങ്കര ഇരട്ടി ഹാപ്പി ആയിരിക്കും. അപ്പോൾ കുട്ടീസൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നൈറ്റിൽ നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുപ്പിൽ തന്നെ പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വെളുപ്പിൽ ഇറങ്ങിയാൽ നമുക്ക് ട്രാഫിക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് മെയിൻ റോഡിലോട്ടൊക്കെ എത്തി ഒരു പകുതി ദൂരമെങ്കിലും കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ട്രാഫിക്കൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചത് കാരണം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടീസൊക്കെ തന്നെ രാവിലെ വിളിച്ച പാടെ തന്നെ പെട്ടെന്നാണ് എല്ലാവരും റെഡി ആയത് കേട്ടോ. അപ്പോൾ ട്രിപ്പ് പോവേലേ ആ ഒരു സന്തോഷം കാര്യമൊക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ആണ് പോയിട്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഹംനക്കുട്ടിയുടെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ അവൾ ജനിച്ചതിന് ശേഷം അവൾക്കിപ്പോൾ 4 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളെയും കൊണ്ട് പോകുന്ന ഒരു ട്രിപ്പാണ്, ഫസ്റ്റ് ട്രിപ്പാണ്. ഫസ്റ്റ് മിൻഹയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോവിഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണം പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ആ ഒരു ടൈം നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മിൻഹക്കുട്ടി കുറേ നാളുകൊണ്ടേ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പോകണ്ടേ, നമുക്കൊരു ട്രിപ്പ് പ്ലാനൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ കുറച്ച് വലുതായതിന് ശേഷം പോകുന്ന ഒരു ഫസ്റ്റ് ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ പോയിട്ടുണ്ടായിരുന്ന നമുക്ക് വലിയ ഓർമ്മയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവളും കൂടി വലുതായതിന് ശേഷം പോകുന്ന ഒരു ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല പോകുന്നത്, കൂടെ ഉമ്മച്ചിയും അപ്പച്ചിയും കൂടി ഉണ്ട്. അവർ കുറച്ചടുത്ത് നിന്ന് കയറുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ എല്ലാം എടുത്ത് ഡിക്കിയിലെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ മാക്സിമം ലഗേജ് കുറച്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതാ യാത്ര പോവുകയാണ് കേട്ടോ. കുറച്ചടുത്ത് നിന്ന് തന്നെ ഉമ്മച്ചിയും അപ്പച്ചിയും കൂടി നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയുമായും ഉപ്പച്ചിയും വന്നു കഴിഞ്ഞാൽ പിന്നെ പുറകിലിരിക്കുന്ന ആ 2 പാർട്ടീസിനും പിന്നെ വേറെ ആരും വേണ്ട കേട്ടോ. അവരത്രയ്ക്കും കട്ട കമ്പനിയാണ്. അപ്പോൾ നേരം പുലരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കുറേ ദൂരം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ശബരിമല ആ ഒരു ബൈപ്പാസ് റോഡ് പിടിച്ചിട്ട് അങ്ങനെ ആ ഒരു റോഡ് വഴിയാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോർഡൊക്കെ ഉണ്ട്, ആ ഒരു ബോർഡും പിന്നെ ഗൂഗിൾ മാപ്പ് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും ഫസ്റ്റ് ടൈമാണ് പോകുന്നത് വാഗമണ്ണിലോട്ട്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ലുലു മാള്, നമ്മൾ കഴക്കൂട്ടം ലുലു മാള് എത്തിയിട്ടുണ്ട്. കഴക്കൂട്ടം റോഡ് കയറിയിട്ട് നമ്മൾ ശബരിമല റോഡ് ബൈപ്പാസ് റോഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരം പുലരുന്നതേ ഉള്ളൂ. റോഡിൽ അങ്ങനെ വലിയ വണ്ടികളും കാര്യങ്ങളും ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം റിലാക്സ് ആയിട്ട് തന്നെ വണ്ടി ഓടിച്ച് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പും നോക്കുന്നുണ്ട്, നമ്മുടെ ബോർഡും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൂഗിൾ മാപ്പിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ശബരിമല ബൈപ്പാസ് റോഡ് കയറാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ 36 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. യാത്ര പകുതി എത്തി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വെളുപ്പിലേ ഇറങ്ങിയതല്ലേ. അപ്പോൾ ഹംനക്കുട്ടിക്കും നല്ല വിശപ്പുണ്ട്, എല്ലാവരും തളർന്നിരിക്കുകയാണ് വിശന്നിട്ട്. ഹംനക്കുട്ടിയുടെ
ഫുഡ് എത്തിയിട്ടുണ്ട്. അവൾക്ക് ബെറോട്ട വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ബെറോട്ടയും ഉഴുന്നുവടയും കൂടി അവൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം കഴിക്കാൻ ചട്നി കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ കറിയൊന്നും കൂട്ടത്തില്ല കേട്ടോ. പിന്നെ മുട്ടക്കറിയിൽ മുട്ട ഉള്ളതുകൊണ്ട് മുട്ട മാത്രം കഴിക്കും, ഗ്രേവി ഞാൻ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ദോശ വരാം. അപ്പോൾ നമ്മുടെ ദോശയും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും രാവിലെ കുറച്ച് ദോശ, വട, പിന്നെ എന്താണ് മുട്ടക്കറി, ചമ്മന്തിക്കറി, സാമ്പാർ ഇതെല്ലാം ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യം നല്ല നീറ്റും നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. രാവിലെ മിന്നക്കുട്ടിക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ആ ഒരു ബോർഡർ ടച്ച് ആയപ്പോഴേക്കും മലനിരകളും ഇതൊക്കെ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ഹൈ റേഞ്ചൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ടൊന്നു നമുക്ക് റോഡൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൂഗിൾ മാപ്പ് നമ്മൾ ഇട്ട് പോകുമ്പോൾ ഓൾമോസ്റ്റ് എപ്പോഴും ഷോർട്ട് കട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോർട്ട് കട്ട് കയറിയതിൽ കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു റോഡിലായിട്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല, റോഡൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റോഡൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനിടയിൽ തന്നെ നമ്മളിപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രകളിൽ എപ്പോഴും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് പോവില്ലേ, അതൊക്കെ അല്ലേ ഒരു രസം. ഓൾമോസ്റ്റ് നമ്മൾ വാഗമൺ എത്താറായി. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ ഒക്കെ പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബാത്റൂമിലൊക്കെ പോയി അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് നമ്മളിപ്പോൾ വാഗമൺ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹെയർ പിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ എല്ലാവരെയും ഫസ്റ്റ് വാഗമൺ ട്രിപ്പാണ്. വാഗമണ്ണിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട് വാഗമണ്ണിലോട്ട്. അപ്പോൾ അടിപൊളിയാണ്, സീനറിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വലിയ വലിയ കുന്നുകളും പാറകളൊക്കെയാണ് തൊട്ടടുത്ത് സൈഡിലായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ തിരക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഒരു 11 മണി, ആ ഒരു 10-11 മണി ആ ഒരു ടൈമിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ മുകളിലോട്ട് എത്തുമ്പോഴേക്കും ഉച്ചയാവും കേട്ടോ. ഒരു 12-12:30 ആകുമ്പോഴേക്കും നമ്മൾ മുകളിലോട്ട് എത്തിക്കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ വാഗമണിൻ്റെ ഏറ്റവും ടോപ്പിൽ ആ ഒരു സംഭവം എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എത്താറാകുമ്പോഴേക്കും ഇങ്ങനത്തെ ഒരു സ്റ്റാച്ചു കാണാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇവിടെ എത്തി നമുക്ക് നിർത്തിയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ നിർത്തി ഒരുപാട് ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടീസിനൊക്കെ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി നമുക്ക് വ്യൂവും ബാക്കി പരിപാടിയിലോട്ടൊക്കെ കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. വാഗമൺ മെയിൻ ജംഗ്ഷനിലുള്ള ഒരു ഹോട്ടലാണ്. അത്യാവശ്യം നല്ല ഹോട്ടലും ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ കുറച്ച് അങ്ങോട്ട് കടകളും കാര്യങ്ങളൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്ര സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരും ടയേർഡാവും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ. അപ്പോൾ മിന്നുംകുട്ടിക്കും ഹംനക്കുട്ടിക്കും ഓരോ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണിയും അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു, മീൽസും വലിയ കുഴപ്പമില്ലായിരുന്നു. അയല പൊരിച്ചതും, സാമ്പാർ, രസം, പിന്നെ മോര് കറി, പിന്നെ തോരനൊക്കെ ഉണ്ടായിരുന്നു. ക്യാബേജ് തോരൻ, അവിയൽ, അച്ചാറ്, പിന്നെ വേറെ എന്തോ ഒരു കൂട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ പുറമേ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വലിയ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടാറില്ല, എന്നാലും അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ വാഗമണിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് മെഡൗസ് ആണ്.
അപ്പോൾ ഇവിടെ എൻട്രി പാസ് ഉണ്ട്. അഡൽറ്റിന് 25ഉം 5 to 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 15 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എൻട്രി എന്ന് പറയുന്നത്. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കുള്ള സ്പെഷ്യൽ ചാർജസ് ഒക്കെ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻട്രി തന്നെ അടിപൊളിയാണ്. ഒരു മുട്ടയുടെ ഷേപ്പിലാണ് ആ ഓരോ മലകളും ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് അപ്പോൾ കയറിയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ച നേരമാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഉച്ച നേരത്തെ മെഡോസിൽ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം എന്താ വെച്ചാൽ നല്ല വെയിലുണ്ടായിരുന്നു, തല പൊള്ളുന്ന വെയിൽ. പിന്നെ നമുക്ക് തണലോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുടയൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവിടെ പോയി കഴിയുമ്പോൾ ഫസ്റ്റത്തെ ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ സിബ്ലിംഗ് സൈക്ലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി തോന്നി, സിബ്ലിംഗ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഉമ്മച്ചിയും അപ്പച്ചിയും എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട്, നീ ഒന്ന് കയറിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇക്ക പോയി ജസ്റ്റ് ചാർജും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സിബ്ലിംഗ് ചെയ്യാൻ 400 റുപ്പീസാണ്. പിന്നെ നമുക്ക് വീഡിയോ എടുത്തു തരും. വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് 350 റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ നമ്മൾ വീഡിയോ കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ലൈഫിലുള്ള എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഭയങ്കര പേടിയാണ് ഹൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ റൈഡിൽ അങ്ങനെ ഒന്നും കയറത്തില്ല വലുതായിട്ട്. അപ്പോൾ എന്നാലും ഫസ്റ്റ് കണ്ടപ്പോൾ ആ ഒരു മൈൻഡ് എന്തോ കയറണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ മെഡോസിൽ വരുമ്പോൾ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഓർത്ത് വെക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ നമ്മൾ കയറിയതാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ സിബ്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞു തന്നിട്ട് അവർ നമുക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മിൻഹക്കുട്ടിയോട് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മച്ചി പോയത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷെ മിൻഹയ്ക്കും കൂടി കയറണമെന്നുണ്ട്. പക്ഷെ അവർ 11-15 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ കയറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹംനക്കുട്ടി വന്ന പാടെ പറയാണ് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകണ്ടേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് വരണമെങ്കിൽ ഈ ഒരു അഡ്വഞ്ചർ പാർക്ക് എന്നുള്ള ബോർഡ് ഇതിനുള്ളിലോട്ടാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളും അങ്ങനെ കുറേ അഡ്വഞ്ചർ പരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ റൈഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ തന്നെ ക്ലൈമറ്റ് കുറച്ച് ചേഞ്ചായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ മഴയ്ക്കുള്ള ചെറിയൊരു കോളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര അങ്ങനെ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു പോയ ടൈമിൽ. അപ്പോൾ വാഗമണിൽ നമുക്കൊരു ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആ ഒരു അഡ്വഞ്ചർ പാർക്കിനകത്ത് കയറുമ്പോൾ തന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാൻ വേണ്ടിയിട്ട് 5 മണി വരെ മാത്രമേ അതിനകത്ത് കയറ്റത്തുള്ളൂ. അപ്പോൾ ടിക്കറ്റ് ജസ്റ്റ് ടോക്കൺ മാത്രമേ തന്നോളൂ തിരക്ക് കാരണം. അപ്പോൾ ടൈം നമുക്ക് തിരക്കും മഴയില്ലെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് ടിക്കറ്റ് തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ജസ്റ്റ് ടോക്കൺ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകാനുള്ള ഒരു വഴിയിലൂടെയിട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കുറേ സെക്ഷനിൽ അടുത്ത് കയറാനുള്ള ആൾക്കാർ വെയിറ്റിംഗ് ആണ്. പിന്നെ അവിടെ കണ്ട ആൾക്കാർ തിരിച്ചു വന്നതിന് ശേഷമേ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരെ കയറ്റി വിടുന്നുള്ളൂ കേട്ടോ. എല്ലാവരും ഒരുമിച്ചിട്ടല്ല കയറ്റുന്നത്. പിന്നെ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കുറച്ച് ടൈമുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് സെക്യൂരിറ്റി ഉണ്ട്. ആ ഒരു ടൈം കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു സെക്ഷൻ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ മാറ്റിയിട്ട് അടുത്ത സെക്ഷനിലുള്ള ആൾക്കാരെ കയറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ ടൈം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരക്ക് കാരണം നമുക്ക് ടൈം പോകുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് ക്വിറ്റ് ചെയ്തു അവിടെ വെച്ചിട്ട്. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴികളിലെല്ലാം ഇതുപോലത്തെ കാഴ്ചകളാണ് കേട്ടോ.
വാഗമണ്ണിലൊക്കെ വരുന്ന ആൾക്കാർ ഇതുപോലത്തെ അഡ്വഞ്ചർ പരമായിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഭയങ്കര നമുക്ക് ലൈഫിൽ എന്താണ് ഓർത്ത് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടീ ടൈമാണ്. അപ്പോൾ എല്ലാവർക്കും ചായ വേണമെന്ന് പറഞ്ഞ് തലവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചായയും നല്ല പഴംപൊരി വാഴയ്ക്കപ്പൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഏരിയയൊക്കെ ഉണ്ട് കേട്ടോ വാഗമണ്ണിൽ. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാം. അപ്പോൾ ചായ കൂടി ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര പോവുകയാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മൾ വാഗമണ്ണിലെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ക്വിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് നൈറ്റിൽ മൂന്നാർ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ലേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് മൂന്നാർ എത്തേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മൾ ഓൾറെഡി റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മണിക്ക് അവിടെ കയറേണ്ടതായിരുന്നു. ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ലേറ്റായി. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് നൈറ്റിലെങ്കിലും എത്തണം. അങ്ങനെ നമ്മൾ കുറേ വഴിയൊക്കെ ഇടയ്ക്ക് വെച്ച് തെറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ട് കേട്ടോ. മൂന്നാറിൽ കാല് കുത്തിയതും പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ക്ലൈമറ്റാണ്. തണുത്ത് വിറയ്ക്കുകയാണ് നമ്മുടെ ഹംനക്കുട്ടി കേട്ടോ. പിന്നെ കയറിയ പാടെ തന്നെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോയി റൂമിലോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ റൂമിലോട്ട് പോവുകയാണ്. ഹംനക്കുട്ടി ഭയങ്കര ഇതാണ് മൂന്നാറിൽ ആ ഒരു തണുപ്പ്, നമുക്ക് ആ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവരും വന്നത്. നമ്മൾ കയറിയ പാടെ തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. നമ്മളൊരു ഡ്രീം കോക്കനട്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു റിസോർട്ട്. അടിപൊളി വ്യൂ ആണ്. രാത്രി ആയതുകൊണ്ട് നമുക്ക് വ്യൂ ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. ഹംനക്കുട്ടി കയറിയ പാടെ തന്നെ തുള്ളിച്ചാടെയാണ് റൂമിലൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. അത്യാവശ്യം ഫാമിലിക്കൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റിയ അടിപൊളി ഒരു റൂം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇതാണ് ബെഡും കാര്യങ്ങളൊക്കെ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കബോർഡ് ഉണ്ട്. ആ കബോർഡിനകത്ത് നമുക്ക് കോമ്പ്, ഷാമ്പു, ലോഷൻ അങ്ങനെ പറഞ്ഞിട്ട് ബ്രഷ്, പേസ്റ്റ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോപ്പൊക്കെ വെച്ചിട്ടുണ്ട് അവർ. നമ്മുടെ റിസോർട്ടിൻ്റെ ഹോട്ടലിൻ്റെ ആൾക്കാരാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ കുട്ടീസിനൊക്കെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കയറിയ പാടെ തന്നെ ഹംനക്കുട്ടി TV ഓൺ ചെയ്തിട്ട് വെച്ചിട്ട് ടി വി വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അപ്പുറത്തെ മുറി. അപ്പുറത്തെ മുറിയിൽ ഉമ്മായും വാപ്പച്ചിയും പിന്നെ മിൻഹക്കുട്ടി അപ്പുറത്താണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ 3 പേരും ആ ഒരു റൂമിലാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മിൻഹക്കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. രാത്രി ഒത്തിരി ലേറ്റായി നമ്മൾ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ എല്ലാവരും വിശന്നൊരു വലഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹംനക്കുട്ടി കയറിയ പാടെ തന്നെ സ്വെറ്ററൊക്കെ ഇട്ട് ക്യാപ്പൊക്കെ വെച്ചിട്ട് ഭയങ്കര ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും കൊത്തു പൊറോട്ടയും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് ഉറങ്ങണം. രാവിലെ ആകുമ്പോൾ തന്നെ നമ്മൾ പാക്കപ്പ് ചെയ്ത് നമ്മൾ മൂന്നാർ ഫുള്ള് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് വ്യൂ അടിപൊളിയാണ്. രാവിലെ ആ വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. നെക്സ്റ്റ് നമുക്ക് മൂന്നാർ ഡേയ്സ് ആണ്. അപ്പോൾ മൂന്നാറിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ.